ഹലോ, ഇന്ന് നമുക്ക് ഹോട്ടൽ സ്റ്റൈലിൽ ഒരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി കണ്ടാലോ. മീൻ പൊരിച്ചത് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കണ്ടില്ലേ, നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് മസാലയൊക്കെ തേച്ച് അതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതിനൊക്കെയുള്ള ടിപ്പൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് മീനിൽ പുരട്ടാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 തുടം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 5 6 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കാശ്മീരിയും സാധാരണ മുളകും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ്. അപ്പോൾ അതേ 3 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പെരുംജീരകമല്ലേ അതിൻ്റെ പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി. അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് തന്നെ കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വിനാഗിരി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ട് അപ്പോൾ ജസ്റ്റ് ക്രഷ് ആയിട്ടുള്ളൂ, പേസ്റ്റ് രൂപത്തിലായിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മീനിലേക്ക് മസാല പുരട്ടി വെക്കാം കേട്ടോ. ഇനി 5 പീസ് ഇതുപോലത്തെ അയലയുടെ പീസാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മസാല ഇത്രയും ഉണ്ടെന്ന് വിചാരിച്ച് മൊത്തത്തിൽ അങ്ങ് മീനിൽ തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു മീനിലേക്ക് പാകമായിട്ടുള്ള മാത്രം ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ശരിക്കും മാരിനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ സാധാരണ മീൻ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ മീനും അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഹോട്ടൽ സ്റ്റൈലിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മസാല മുഴുവൻ മീനിൽ പുരട്ടിയിട്ട് പൊരിച്ചെടുത്താൽ മീൻ അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ, പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതിൽ തേച്ച് ബാക്കിയുള്ള മസാലയെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം മറിച്ചിടാനാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി മീനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അത് മസാല ഒന്ന് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഈ ഒരു മസാല നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓരോ മീനിൻ്റെ മുകളിലും തേച്ച് പിടിപ്പിക്കാം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഹോട്ടൽ സ്റ്റൈലിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിലുള്ള മീൻ പൊരിച്ചത് നമുക്ക് കിട്ടട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. മസാല വഴറ്റുന്നത് ചെറിയ തീയിലായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഓരോ മീനിൻ്റെ മുകളിലും ഈ ഒരു മസാല ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്